ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഡിഗ്രി പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിനേഷന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. 13. ഭാരതത്തിൻ്റെ ഭൂമിശാസ്ത്രാത്മക സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ്? ആൻസർ ഓപ്ഷൻ ബി. പടിഞ്ഞാറൻ ഘട്ടങ്ങൾ, കിഴക്കൻ ഘട്ടങ്ങൾ, ഹിമാലയങ്ങൾ, ഡെക്കാൻ പീഠഭൂമി എന്നിവ ഒരുമിച്ച് കൂടിയുള്ള ഓറോഗ്രാഫിക് ഫലങ്ങൾ, കാറ്റിൻ്റെ വഴിത്തിരിവ്, മഴനിഴൽ മേഖല എന്നിവ വഴി മൺസൂൺ മഴയുടെ പടർപ്പിനെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അനുബന്ധ വിവരങ്ങൾ നോക്കാം. മൺസൂൺ കാറ്റുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. മാംഗോ ഷവർ അഥവാ മാമ്പഴക്കാറ്റ്. മാംഗോ ഷവർ അഥവാ മാമ്പഴക്കാറ്റ് എന്താണ്? വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായിട്ടുള്ള വേനൽ മഴക്കാറ്റുകൾ. അതാണ് മാംഗോ ഷവർ. വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായിട്ടുള്ള വേനൽ മഴക്കാറ്റുകൾ. ഇനി ബ്ലോസം ഷവർ. അപ്പോൾ എന്താണ് ബ്ലോസം ഷവർ? അതിനെ കാപ്പി പൂവിടും മഴ എന്നും അറിയപ്പെടുന്നു. ബ്ലോസം ഷവർ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാപ്പി പൂവിടും മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. ഇനി നോർവെസ്റ്റർ. നോർവെസ്റ്ററിൻ്റെ മറ്റൊരു പേരാണ് കാൽ ബൈശാഖി. എന്താണ് നോർവെസ്റ്റർ? ബംഗാളിലും അസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് നോർവെസ്റ്റർ അഥവാ കാൽ ബൈശാഖി. അപ്പോൾ ഈ നോർവെസ്റ്ററിനെ അസാമിൽ പറയുന്ന പേരാണ് ബർദോളി ചീര. എന്താണ് അസാമിൽ നോർവെസ്റ്റർ അറിയപ്പെടുന്നത്? ബർദോളി ചീര എന്ന പേരിലാണ്. ഇനി ലൂ. വടക്കേ ഇന്ത്യയിൽ വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റ്. അപ്പോൾ ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വടക്കേ ഇന്ത്യയിൽ വീശുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റിന് പറയുന്ന പേരാണ് ലൂ. അപ്പോൾ ഈ കാറ്റുകളുടെ കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, നല്ലോണം നോക്കി വെച്ചേക്കുക. മാംഗോ ഷവർ, ബ്ലോസം ഷവർ, നോർവെസ്റ്റർ, ലൂ. അടുത്ത ക്വസ്റ്റ്യൻ 14. ഭാരതീയ മൺസൂണിൻ്റെ തീവ്രതയും വ്യത്യാസവും എന്താണ് നിർണ്ണയിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ആൻസർ ഓപ്ഷൻ ബി. അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ അഥവാ ITCZ എന്നതിൻ്റെ സ്ഥാനമാറ്റം, ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്ര പ്രതിഘാതങ്ങൾ, ഓറോഗ്രാഫിക് എഫക്റ്റ്, ENSO സംഭവങ്ങൾ, അതായത് എൽനിനോ, ലാനിനോ എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ നോക്കാം. ജെറ്റ് പ്രവാഹങ്ങൾ. അപ്പോൾ എന്താണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്? ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന കാറ്റുകൾക്ക് പറയുന്ന പേരാണ് ജെറ്റ് പ്രവാഹങ്ങൾ. എന്താണ്? ഹിമാലയ പർവ്വതങ്ങൾക്ക് വടക്ക് അക്ഷാംശങ്ങളിൽ ടിബറ്റൻ പീഠഭൂമിക്ക് സമാന്തരമായി വീശുന്ന കാറ്റുകൾ, അതാണ് ജെറ്റ് പ്രവാഹങ്ങൾ. ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയ്ക്ക് ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഏതാണ്? ജെറ്റ് പ്രവാഹങ്ങളുടെ തെക്കൻ ശാഖയാണ് ഇന്ത്യയിലെ ശൈത്യകാല കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇനി ITCZ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമധ്യരേഖയ്ക്കടുത്ത് വാണിജ്യവാദങ്ങൾ കൂടിച്ചേരുന്ന ന്യൂനമർദ്ദ മേഖലയാണ് ITCZ അഥവാ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖല അഥവാ അന്തർ ട്രോപ്പിക്കൽ കോൺവെർജൻസ് സോൺ. ഇനി എൽനിനോ. എൽനിനോ എന്ന് പറയുന്നത് എന്താണ്? 1 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് എൽനിനോ. അപ്പോൾ എന്താണ് എൽനിനോ? 1 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും
ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽ നിനോ. അടുത്ത ക്വസ്റ്റ്യൻ 15. പാലക്കാട് ചുരത്തിൻ്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യ പ്രവർത്തനങ്ങളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി. ഇത് കാലാവസ്ഥാ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കാനും അതോടൊപ്പം സാമ്പത്തികവും ചരിത്രപരവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരമാണ് ഏത്? പാലക്കാട് ചുരം. എന്താണ്? കേരളത്തിൽ നിന്നും തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്ന ചുരമാണ് പാലക്കാട് ചുരം. അപ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. 30 മുതൽ 40 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലായിട്ടാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ കുറച്ച് ചുരങ്ങളും അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാലക്കാട് ചുരം. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്നത് പാലക്കാടിനെയും കോയമ്പത്തൂർ. പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. ഇനി താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെയാണ്? കോഴിക്കോടും മൈസൂറും. കോഴിക്കോടിനെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം. അപ്പം താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് പറയും? കോഴിക്കോടും വയനാടും. കോഴിക്കോടിനെയും വയനാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് താമരശ്ശേരി ചുരമാണ്. ഇനി ആര്യങ്കാവ് ചുരം. പുനലൂർ ചെങ്കോട്ട. അപ്പം പുനലൂരിനെയും ചെങ്കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഇനി പെരിയ ചുരം. പെരിയ ചുരം ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? മാനന്തവാടി, മൈസൂർ. മാനന്തവാടിയെയും മൈസൂറിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. മാനന്തവാടിയെയും മൈസൂറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പെരിയ ചുരം. പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം ഏതിനെയൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? കേരളം, കൂർഗ് അഥവാ കർണാടക. പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് കേരളം, കൂർഗ്. ഇനി പാൽ ചുരം. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയുമാണ്. പാൽ ചുരം ബന്ധിപ്പിക്കുന്നത് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാൽ ചുരം. ഇനി ബോഡി നായ്ക്കനൂർ ചുരം. ബോഡി നായ്ക്കനൂർ ചുരം ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെയാണ്? കൊച്ചി, തേനി. കൊച്ചി, തേനി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കനൂർ ചുരം. അപ്പോൾ ഇതും കൂടെ നോക്കി വെച്ചേക്കുക. 17. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഘട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടത്? ആൻസർ ഓപ്ഷൻ ഡി, 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇനി നമുക്ക് അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1961-66 ആയിരുന്നു 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സ്വയം പര്യാപ്തത, പ്രത്യേകിച്ചും ഭക്ഷ്യമേഖല, സമ്പദ്ഘടന എന്നിവയായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ 3ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്വയം പര്യാപ്തത, പ്രത്യേകിച്ചും ഭക്ഷ്യമേഖല, സമ്പദ്ഘടന എന്നിവയായിരുന്നു 3ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇനി അടുത്തത് 1969-74 കാലഘട്ടം എന്ന് പറയുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വയാശ്രയത്വം എന്നിവയായിരുന്നു മുഖ്യ ലക്ഷ്യങ്ങൾ. അപ്പം 4ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വയാശ്രയത്വം. ഇനി 1974-79 എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ്. ഗരീബി ഘട്ടാവോ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിരുന്ന പഞ്ചവത്സര പദ്ധതി ആണ് 5ാം പഞ്ചവത്സര പദ്ധതി. ഇനി 1980-85 എന്ന് പറയുന്നത്
ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ്. അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. അപ്പോൾ എന്താണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തലാണ്. ഇനി 1985-90 ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. അപ്പോൾ എന്തൊക്കെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധന. ഇനി 1992-97 എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവാണ്. എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? മാനവശേഷി വികസനം. മാനവശേഷി വികസനമാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ 18. നീതി ആയോഗിൻ്റെ ഘടനയെക്കുറിച്ചുള്ള സത്യമായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 3 മാത്രം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ ഉൾപ്പെടുന്നു. ഇതാണ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ അനുബന്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആസൂത്രണ കമ്മീഷന്റെ സ്ഥാനത്ത് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 2015 ജനുവരി 1. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നിവരെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയവരെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി. നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അരവിന്ദ് പനഗരിയ. ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. നീതി ആയോഗിൻ്റെ CEO ആണ് VR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ CEO ആരാണ്? VR സുബ്രഹ്മണ്യം. നീതി ആയോഗിൻ്റെ ഭരണസമിതിയിൽ എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും സ്ഥിരം അംഗങ്ങളുണ്ട്. ആരൊക്കെയാണ് സ്ഥിര അംഗങ്ങൾ? എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെ താൽക്കാലിക അംഗങ്ങളായി നിയമിക്കുന്നു. 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളുമാണ് നീതി ആയോഗിലുള്ളത്. അപ്പം നീതി ആയോഗിൽ എത്ര അംഗങ്ങളാണുള്ളത്? 2 പാർട്ട് ടൈം അംഗങ്ങളും 4 അനൗദ്യോഗിക അംഗങ്ങളുമാണ് ഉള്ളത്. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്. അപ്പം 4 അനൗദ്യോഗിക മെമ്പർമാർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. അപ്പം എത്രയാണ് അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ? അപ്പോൾ ഇതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യന് അടുത്ത വീഡിയോയിൽ നോക്കാം.